ഫ്ലൈറ്റ് കയറുന്നത് നമ്മുടെ വീടെല്ലാവരും മരണ വീട് പോലെ ആവുകയാ. ചെറിയ മരണ വീട് പോലെ അല്ലേ? അന്നത്തെ ദിവസം ഇനി 6 മാസം വരുന്ന ആളാണെങ്കിലും വിഷമമില്ലാത്ത വീടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന് പറ, ഇല്ലെങ്കിലെന്ന് പറ. ഇല്ല, എല്ലാ വീട്ടിലും വിഷമം ഉണ്ടാവും. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നില്ല. കുറച്ചാളുകൾ വാഹനത്തിൽ കയറി എയർപോർട്ടിൽ വരെ പോകും. കുറച്ചാളുകൾ വാഹനത്തിൽ കയറി എയർപോർട്ട് വരെ പോകും. ഞാൻ ദീർഘമായി പറയുക, സമയം കുറച്ച് വിഷയങ്ങൾ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എയർപോർട്ട് വരെ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 വിഷയങ്ങൾ അവിടെ കാണാം. 2 വിഷയം. എന്താ 2 വിഷയം? അത് പരലോകത്തിൽ ഓർക്കാൻ പറ്റുന്ന 2 വിഷയം. ഒന്ന്, ഒരു ഭാഗത്തുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന സുന്ദര വദനങ്ങൾ, പുഞ്ചിരി വിരിയുന്ന വദനങ്ങളുള്ള ഒരു ടീം. ഇപ്പുറത്ത് നോക്കിയാലോ മറ്റേത് പോയ അണ്ണാനെ പോലെ എന്തോ വേണോ അറിയാമോ, ഇരിക്കണോ, നിൽക്കണോ, കരയണോ, നെഞ്ചത്തടിക്കണോ. സുബ്ഹാനല്ലാഹ്. എന്താ വിഷയം? അപ്പുറത്തുനിന്ന് ആള് വരാനുണ്ട്. ഇപ്പൊ കുറെ കാലമായിട്ട് കാണാതിരിക്കുകയല്ലേ? പെട്ടി പിടിച്ചോണ്ട് വരുമ്പോ സന്തോഷത്തിന്റെ അശ്രുക്കൾ പൊഴിക്കാത്ത ഏതെങ്കിലും ഉമ്മയുണ്ടോ? നമ്മളിന്നലെ പറഞ്ഞതുപോലെ ഏതെങ്കിലും സഹോദരിയുണ്ടോ? ഏതെങ്കിലും ഉപ്പായം ഓടിച്ചെന്നുകൊണ്ട് ആ കൈകളിലേക്ക് പിടിച്ചു തൂങ്ങാത്ത ഏതെങ്കിലും കുഞ്ഞുമക്കളുണ്ടോ? ഒരു സന്തോഷത്തിന്റെ ഒരു സമാഗമമാ, ഒരു സംഗമമാണ് ആ സന്ദർഭം. ഇപ്പുറത്ത് പോവാ. ഏതൊക്കെ വലിയ കാട്ടാള ഹൃദയമുള്ളവനാണെങ്കിലും അകത്തോട്ട് കയറുമ്പോ ഒരു പടപടപ്പ, ഒരു വേദന, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പോകുന്നവർ അനുഭവിച്ചറിഞ്ഞതാ. അള്ളാഹു പ്രവാസികളുടെ മുഴുവനും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. എന്റെ സഹോദരിമാര് കേൾക്കാൻ വേണ്ടി പറയുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവരെ ഒന്ന് വഞ്ചിക്കണമെന്ന് തോന്നിയാൽ ഈ ദുനിയാവിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമാണെന്നും നിങ്ങൾ തകർന്ന് തരിപ്പണമായെന്നും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കരുണയുടെ ഒരു അംശം പോലും കിട്ടുകയില്ല എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരങ്ങനെ പോവാ. അകത്തോട്ട് കയറുമ്പോ അവസാനമായിട്ട് അല്ലേ? അപ്പൊ അവൻ നേരെ നിന്ന് കഴിഞ്ഞാൽ 2 തുള്ളി കണ്ണുനീരിനെ നമ്മൾ കാണില്ല. ആ പിഞ്ചു മക്കളെ കാണുമ്പോ, ആ ഉമ്മയെ കാണുമ്പോ, ആ ഭാര്യയെ കാണുമ്പോ പോവാ. കാരണം ഇനി കാണാൻ പറ്റൂലല്ലോ. ആ ഒരു സൈഡിൽ നോക്കുമ്പോ 2 തുള്ളി കണ്ണീര് നമ്മൾ കാണൂല. ഇങ്ങനെ തുടച്ചോണ്ട് പോകും. ഈ കണ്ണുനീരിന് വലിയ വിലയാ. ഇത് സ്നേഹത്തിന്റെ അശ്രുക്കളാ. ഇത് അഭിനയമല്ല, അകതാരിൽ നിന്ന് വരുന്നതാ. ആയിക്കോട്ടെ എന്റെ സഹോദരങ്ങളെ, അങ്ങനെ പോവുക അല്ലേ? ഫ്ലൈറ്റ് കയറി അങ്ങ് ചെന്നു കഴിഞ്ഞാലും ഏത് നാട്ടിൽ ചെന്നാലും ഒരു മാസത്തേക്ക് ആ വേദന ഉണ്ടാവും. ആദ്യം പോകുന്ന ആളാകുമ്പോൾ 1 മാസം വേദന ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ് ഒരാഴ്ച ആ വേദന ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞതാ പറയുന്നത്. ഒരാഴ്ച കഴിക്കുന്ന ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല. കൂട്ടുകാരോടൊപ്പം വലിയ കളിതമാശയില്ല. അതൊക്കെ എന്താണ്? നമ്മൾ കുറെ ആയില്ലേ മറ്റു കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് തമാശയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഓക്കെ. അതൊരു പ്രാളം, ഒരു വിഷമം. കാരണം വീട്ടിലോർമ്മയാ അല്ലേ? വീട്ടിലോർമ്മയാ. കുഞ്ഞുങ്ങൾ കളിക്കുന്നത്, അവർ മടിയിരിക്കുന്നത്, അവർ ഉമ്മ തരുന്നത്, അവരെ ലാളിക്കുന്നത്, അവർക്ക് വാത്സല്യം നൽകി. ഇതൊക്കെ ഓർക്കുമ്പോ ഏത് പിതാവിന്റെ ഹൃദയമാ വേദനിക്കാത്തത്, ടെൻഷൻ അടിക്കാത്തത് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി കട്ടപ്പെടാൻ പാവപ്പെട്ടവർ പോയിരിക്കുക. ചൂടായിരുന്നാലും വിഷയമില്ല, തണുപ്പായിരുന്നാലും വിഷയമില്ല, അറബിയുടെ അടി കൊണ്ടാലും വിഷയമില്ല, ഓട കഴിയാലും വിഷയമില്ല, ക്ലോസറ്റ് കഴിയാലും വിഷയമില്ല. വീട്ടിൽ പണം എത്തിച്ചു കൊടുക്കുക. ആ ഒരു ഉദ്ദേശം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക. അങ്ങനെ നോക്കുമ്പോ ഈ സഹോദരൻ വിചാരിക്കുന്നു, ഈ ഓട്ടപ്പായച്ചിടയിൽ ഒരല്പസമയം ഒന്ന് സ്വകാര്യ സംഭാഷണം നടത്തണമല്ലോ. ഞാൻ പടച്ചവനെ പേടിക്കുന്ന ഒരാളാണല്ലോ. എനിക്ക് വഴിവിട്ട ജീവിതം പറ്റുമോ? എനിക്ക് അല്ലാഹനെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് അല്ലാഹന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കൊരു അരാജകത്വത്തിലേക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ട് എന്തു ചെയ്യും? ഭാര്യയുമായി ഒരു സ്വകാര്യ സംഭാഷണം നടത്താൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ അടുത്തുള്ള ആള് വന്നപ്പോൾ കയ്യിൽ കൊടുത്തയക്കുകയാ. ആദ്യമായിട്ട് പെങ്ങളുടെ കയ്യിൽ, സഹോദരിയുടെ കയ്യിൽ, ആ പ്രാണപ്രയസിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ എത്തുകയാ. സിം എത്രയും പെട്ടെന്ന് ആരോടൊക്കെയോ പറഞ്ഞേർപ്പാടാക്കി നല്ല റേഞ്ചുള്ള സിം ഒരെണ്ണം ഏർപ്പാട് ചെയ്യുകയാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാ അല്ലെ? അന്നൊരു ഉത്സവം. മൊബൈൽ ഫോൺ ചാലുമായി. നമ്മുടെ മൊബൈൽ ഫോൺ നല്ല റേഞ്ചാണ്. സൗണ്ട് കേൾക്കുന്നത്, പടം കാണാൻ, ഫോട്ടോ കൊടുക്കാൻ വലിയ
2 ദിവസം കഴിഞ്ഞു. അപ്പൊ അന്ന് ഉറങ്ങിയില്ല രാത്രി. കാരണം റേഞ്ച് വന്ന ദിവസം, റേഞ്ച് നല്ല റേഞ്ച് അല്ലയോ. അപ്പൊ പിന്നെ അന്നിങ്ങനെ ഉറക്കം വരുന്നു. അപ്പൊ അൽഹംദുലില്ലാ അന്ന് ഉറങ്ങിയില്ല, റാഹത്തായിട്ട് സംസാരിച്ചു. 2ാം ദിവസവും സംസാരിച്ചു. 3ാം ദിവസം ഉറങ്ങാൻ കിടന്നപ്പോ ഗുണഗുണാന്നൊരു സൗണ്ട് നോക്കുമ്പോ ഇത് കാക്കാറുണ്ടല്ലോ, മറ്റേ 313 404 ഇതിപ്പോ 10 നമ്പറുണ്ടല്ലോ, അവക്കറിയില്ല ഇതിപ്പോ എവിടുന്ന് അവിടെ ചോദിച്ചപ്പോ ഒരു അപ്പൊ തിരിച്ചു വേറെ ആരെങ്കിലും ബന്ധുക്കാരായിരിക്കും, സ്വന്തക്കാരായിരിക്കും, കുടുംബക്കാരായിരിക്കും, നമ്മുടെ കുട്ടികൾ വല്ലതും ആയിരിക്കും. ചിലര് തിരിച്ചൊരു മിസ് അല്ലേ. എത്ര വലിയ പേടിയും ഭയവും ഭയഭക്തിയുള്ള സ്ത്രീകളാണെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കണം. 2 ആഴ്ചയിൽ ഒരു 2 റോങ് നമ്പരെങ്കിലും നമ്മുടെ ഫോണിൽ തേടി വരാറുണ്ട്. നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാ. 2 ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 2 റോങ് നമ്പറുകൾ നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ വരാറുണ്ട്. ചിലപ്പോ വിളിച്ചു അടുത്തിടത്ത് വിളിച്ചു കോമതിയുടെ ഭർത്താവാണെന്ന് എടുത്ത് വിളിച്ചു ഞാൻ ഞെട്ടി സാർ എവിടെ അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. റോങ് നമ്പർ വന്നിട്ട് അല്ലേ. ചിലപ്പോ നമ്മൾ വിളിക്കുമ്പോ തെറ്റിപ്പോയി പോലീസ് സ്റ്റേഷനിൽ വരെ ചെന്നല്ലോ. ഏതെല്ലാം ആത്മീയതയുടെ ആന്തോളനങ്ങൾ അലയടിക്കുന്ന വീടിന്റെ അരമനയുടെ അകത്തളങ്ങളാണെങ്കിലും അവിടെ റേഞ്ചുണ്ടെങ്കിൽ പൊന്നുമോനെ, അവിടെ റേഞ്ചുണ്ടെങ്കിൽ പൊന്നുമോളെ, ആരും അഡ്രസ് ആരെന്നറിയുന്നില്ല, നിറമേതെന്നറിയുന്നില്ല, മതമേതെന്നറിയുന്നില്ല, വർഗമേതെന്നറിയുന്നില്ല, വർണ്ണമേതെന്നറിയുന്നില്ല, സ്വഭാവമേതെന്നറിയുന്നില്ല. അങ്ങനെയുള്ള ഒരാളിന്റെ മുസ്കോളും നിന്റെ വീട്ടിന്റെ വാതിൽപ്പടിയും കടന്ന്, നിന്റെ പ്രൈവറ്റ് റൂമിന്റെ വാതിലും കടന്ന്, നിന്റെ ബെഡ്റൂമിൽ നിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൊബൈൽ ഫോണിൽ മുട്ടി വിളിക്കുകയാ. നീ എന്ത് ചെയ്യുന്നു? നീ അറ്റൻഡ് ചെയ്യുകയാ അല്ലെങ്കിൽ കട്ടാക്കുകയാ? സഹോദരങ്ങളെ മനസ്സിലാക്കണം. റബ്ബുൽ ഇസ്സത്ത് കാക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്തൊരു വാർത്തയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കേൾക്കേണ്ട ഒരു ദുരവസ്ഥയെ തൊട്ട് റബ്ബ് കാക്കുമാറാകട്ടെ. ഇഖ്ലാസോട് ആമീൻ പറഞ്ഞു. പടച്ചവന്റെ വജ്ഹിന് വേണ്ടി കേൾക്കുന്നവരാണെങ്കിൽ, അള്ളാന്റെ വജ്ഹിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണെങ്കിൽ, ഇത് ഇൽമിന്റെ മജ്ലിസാ, ഇത് ഗാനമേളയുടെ മജ്ലിസല്ല, ഇത് മോണോ ആക്ട് പഠിപ്പിക്കുന്ന മജ്ലിസല്ല, ഇതൊരു മിമിക്രിയുടെ മജ്ലിസല്ല, ഇത് ഡ്രസിന്റെ മജ്ലിസല്ല, ഇത് സിനിമാറ്റിക് ഡാൻസിന്റെ മജ്ലിസല്ല, ഇത് മാപ്പിള കലാമേള എന്ന ഏറ്റവും വലിയ അരാജകത്വം നടമാടുന്ന മജ്ലിസല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിൽ, അതേ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടോ, അത് റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അതേ മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇൽമു പഠിപ്പിക്കുന്ന, ആത്മീയ ബോധനം നൽകുന്ന, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന, അല്ലാഹുവിന്റെ ഹബീബിനെ പരാമർശിക്കുന്ന ഇൽമിന്റെ മജ്ലിസിലെ സ്വർഗത്തിന്റെ തോപ്പ. അവിടെ മലക്കുകളുണ്ട്, അവിടെ ആത്മീയ സഹായമുണ്ട്, അവിടെ പ്രത്യേകമായ ആത്മീയ പരിവേഷമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇഖ്ലാസോടെ അന്തരംഗം മറഞ്ഞ് ആമീൻ പറഞ്ഞു. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അവരെ നീ കാക്കണേ അല്ലാ, അവരെ നീ കാക്കണേ അല്ലാ, അവരെ നീ കാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിലുള്ള, ഈ വേദിയിലുള്ള, ഈ സദസ്സിലുള്ള, ഈ പരിസരത്തുള്ള, ദൂരദിക്കിലുള്ള ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെല്ലാം ഉമ്മ പെങ്ങന്മാരുണ്ടോ, ഏതെല്ലാം സഹോദരിമാരുണ്ടോ, ഏതെല്ലാം സഹോദരന്മാരുണ്ടോ, മതമേതായിരുന്നാലും പടച്ചവനെ, അവർക്ക് അസഖ്യമായൊരു വേദനയുള്ള വാർത്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ കേൾപ്പിക്കല്ലേ അല്ലാ, നീ കേൾപ്പിക്കല്ലേ അല്ലാ. ഹൃദയം പൊട്ടുന്ന ഒരു വാർത്തയും കേൾപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാർ, സഹോദരിമാർ, അവർക്ക് നീ കാവലേകണേ അല്ലാ, അവർക്ക് നീ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ അല്ലാ, അവർക്ക് നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള ഇഖ്ലാസും ഭയഭക്തിയും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നീ നിറയ്ക്കണേ അല്ലാ. നിന്നെ സംബന്ധിച്ചുള്ള പേടി, നരകത്തിനെ സംബന്ധിച്ചുള്ള പേടി, സ്വർഗത്തിനോടുള്ള ആഗ്രഹം, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ അനുരാഗവും
യഥാർത്ഥ മഹബത്തും ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാരുടെ കൽബിൽ നീ നിറയ്ക്കണേ അല്ലാ. വഴിവിട്ട ചിന്തയെ തൊട്ട് കാക്കണേ അല്ലാ. വഴിവിട്ട ഫോൺ വിളിയെ തൊട്ട് കാക്കണേ അല്ലാ. വഴിവിട്ട നെറ്റ് പ്രവർത്തന തൊട്ട് കാക്കണേ അല്ലാ. വഴിവിട്ട ഫ്രണ്ട്ഷിപ്പിനെ തൊട്ട് കാക്കണേ അല്ലാ. അർഹമർ റഹീമായ ജല്ല ജലാലായ അല്ലാ നീ കാവലേകണേ അല്ലാ. ചെറിയ വിഷയമാണോ? കാര്യമായിട്ട് ഇത് ചെയ്യുന്നത് വലിയ തൗഫീഖാണ് ഇൻഷാ അല്ലാഹ്. സംഭവം കൂടെ പറയാൻ അത് പറഞ്ഞു ഇറങ്ങുന്നതായിരുന്നു. ഒരു സംഭവം കൂടെ പറയാൻ അത് പറഞ്ഞിട്ട് സമയം കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് കേൾക്കാൻ താങ്ങുമോ? നമ്മുടെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയാൻ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇത് നേരത്തെ കണക്കൂട്ടി കാണണം. അന്ധമായിട്ട് വിശ്വസിക്കരുത്. വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് വിട്ടിരിക്കുക 5, 6, 8 വർഷമൊക്കെ ഏതെങ്കിലും നാട്ടിൽ ഞങ്ങളുടെ മക്കളുടെ നിങ്ങൾ അതല്ലേ ഇതല്ലേ നിങ്ങളുടെ മക്കൾ ഡോക്ടറാക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്ന പുസ്തകത്തെ അവസാനം ഇതൊക്കെ നിലത്ത് കിടന്ന് കരയുമ്പോ പഠി അപ്പൊ ഉമ്മ കുറെ അങ്ങോട്ട് വീഴി അതിന്റെ പുറത്ത് പെടപെടാതെ ആളുകൾ വീഴിയ എന്താ കേൾക്കാൻ പറ്റാത്തതും സഹിക്കാൻ പറ്റാത്തതും കേട്ടുകൊണ്ടിരിക്കുക. ഇത് തമാശയായിട്ട് പറയുന്നതാണോ? ഇത് ഗൗരവത്തോടെ ഈ സമുദായത്തിന്റെ മക്കൾ ഗൗരവത്തോടെ പലരും ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം പറയാനുള്ള ഒരു വേദിയായി ഈ സന്ദർഭത്തെയും ഈ വേദിയെ ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരാ ചിന്തിച്ചു നോക്ക്. റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മ പെങ്ങന്മാരെ റബ്ബ് കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പിന്നെന്ത് ചെയ്തു? ഒരു മിസ് കോൾ വന്നു, കട്ട് ചെയ്തു. കാരണം എന്താ? തഹജ്ജുദ് നിസ്കരിക്കാത്ത പൊന്നുമോള. 5 നേരം നിസ്കാരം, ഫർദ് നിസ്കാരം മാത്രമല്ല, പടച്ചവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാതിരാവിൽ എഴുന്നേൽക്കുന്ന പൊന്നുമോള. റവാത്തിബ് നിസ്കാരം മുടക്കാതെ നിസ്കരിക്കുന്നവളാ, വിത്ർ നിസ്കരിക്കുന്നവളാ, സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നവളാ, ദാനധർമ്മം ചെയ്യാൻ മുന്നില. എല്ലാത്തിനും വിശാല മനസ്സുള്ള പെണ്ണ. പാവപ്പെട്ട പെണ്ണിന്റെ ഭർത്താവ് 1 വർഷമായി ഗൾഫിലായിട്ട് മൊബൈൽ ഫോൺ വന്നിട്ട് ഒരാഴ്ചയായി. മിസ്കോളിന്റെ ബഹളം. ആരെടുത്ത് പറയും, എന്ത് പറയും, എങ്ങനെ ചെയ്യും, ഒരു പിടുത്തവുമില്ല. അവൾ ആകെ അങ്കലാപ്പിലാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. നിനക്ക് പരിചയമില്ലാത്തൊരു നമ്പർ വന്ന നീ അത് അറ്റൻഡ് ചെയ്യണ്ട കേട്ടോ. നീ അള്ളാനെ പേടിക്കുന്നെങ്കിൽ നീ അറ്റൻഡ് ചെയ്യണ്ട. പടച്ചവനെ പേടിക്കുന്നെങ്കിൽ നീ അറ്റൻഡ് ചെയ്യണ്ട. അള്ളാഹനെ ഭയക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് നേരെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യണ്ട. മാത്രമല്ല, ഏതെങ്കിലും സന്ദർഭത്തിൽ അബദ്ധത്തിൽ അറ്റൻഡ് ചെയ്താൽ ഇവരന്യ പുരുഷനാണെന്നറിഞ്ഞാൽ, ശല്യമാണെന്നറിഞ്ഞാൽ വീട്ടിൽ ആണുങ്ങളുണ്ടോ കൈമാറുക. വേണ്ടതായ കേസുകളിലേക്ക് തന്നെ പോവുക. അങ്ങനെ പാഠം പഠിപ്പിക്കുക. ഒരു കംപ്ലൈന്റ് കൊടുത്താൽ വളരെ കൃത്യമായി ഒരാഴ്ചക്കുള്ളിൽ അവനെ പൊക്കിയിരിക്കും. അവരുടെ ഒരു കോൾ 4 കോൾ ഒരു മെസ്സേജ് ഞാൻ കണ്ടോണ്ടിരിക്കാൻ കോൾ എടുക്കുന്ന മെസ്സേജ് തുറന്നു. നിന്നെ കണ്ടോളാം. ആദ്യം വലിയ രസം, ആദ്യം വലിയ ദേഷ്യ. അപ്പം തിരിച്ചിപ്പോ ഒരു കോൾ വിളിക്കും. ഞാൻ വീട്ടിൽ അറിയിക്കും. അവൻ ഇതുപോലൊരു സന്തോഷമില്ല. കാരണം എന്താ? മൊബൈൽ ചലിച്ചു. ഇങ്ങോട്ടൊരു ചെറിയ കണക്ഷൻ വന്നു എന്നതിന്റെ അലാമത്താ. മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അങ്ങനെ ഒരു മിസ് കോളിൽ തുടങ്ങുന്ന ബന്ധം നിന്റെ ആത്മീയത തകർത്തില്ലേ?
നിന്റെ ആത്മീയത തകർത്തില്ലേ, നിന്റെ കുട്ടികളുടെ ഭാവി അതാ തുലഞ്ഞില്ലേ. നീ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവൻ നിനക്ക് ഹലാലാക്കി തന്ന ഒരു ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ നീ മറന്നുപോയോ പെങ്ങള്? നീ സ്വർഗം അതാ നീ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നരകത്തിന് പുൽകിയോ പെങ്ങള്? നീ അല്ലാഹു വെറുതെ വിടൂല്ല. നിനക്ക് ഖബറിൽ സന്തോഷമുണ്ടാവൂല. നിനക്ക് അവിടെ ചെന്നാ സമാധാനമായിട്ട് കിടക്കാൻ പറ്റുമോ? ഈ മിസ്കോൾ വളർന്നു വലുതായ ഒരു ബന്ധത്തിലേക്ക് വരികയാ, പിന്നെ ഒരുമിച്ച് കൂടുകയാ, പിന്നെ എവിടെയോ പാറിപ്പറക്കുകയാ, പിന്നെ കേൾക്കാൻ കഴിയുന്നത് എന്താണെന്നറിയുമോ? ഏതെങ്കിലും ഒരു ലോഡ്ജ് റൂമില്, ഏതെങ്കിലും ഒരു ഹോസ്റ്റലില്, ഏതെങ്കിലും ഒരു താവളത്തില് കെട്ടിത്തൂങ്ങിയ ഒരു ബോഡിയാ വീട്ടുകാർക്ക് കിട്ടുന്നതെങ്കിൽ എന്റെ പെങ്ങളെ നീ ഓർത്തോ, നിനക്കെന്താ കിട്ടിയത്? 5 മിനിറ്റത്തെ സുഖമാണോ? 5 മാസത്തെ സുഖമാണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിച്ചാൽ തീരാത്ത മരണമില്ലാത്തൊരു ജീവിതം നഷ്ടപ്പെടുത്തി നീ എന്തു നേടിയാലും അതൊരു നേട്ടമാണോ? നിനക്ക് അല്ലാഹുവിനെ ഭയമില്ലാത്തൊരവസ്ഥ വന്നാൽ നിനക്ക് പാരിത്രിക ലോകത്തിൽ ക്ഷമനം കിട്ടുമോ? ഒരു സന്തോഷത്തിന്റെ ഒരു അണുവെങ്കിലും കിട്ടുമോ? അതുകൊണ്ട് എന്റെ പെങ്ങളെ, നീ ഭർത്താവിനെ വഞ്ചിക്കുന്നവളാകാൻ പാടില്ല. ആ സഹോദരൻ നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി രാപ്പകൽ അധ്വാനിക്കുമ്പോൾ മുൻഗാമികളായ മഹതിമാര് ചെയ്തതുപോലെ, നമ്മുടെ തൊട്ടു മുമ്പ് ജീവിച്ച ഉമ്മമാര് പഠിപ്പിച്ചതുപോലെ, കണ്ടു നമ്മൾ പഠിച്ചതുപോലെ നിസ്കരിച്ചിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണം പെങ്ങളെ. എന്റെ ഭർത്താവ് ഗൾഫിലാ, റബ്ബേ ഖൈറും ബറക്കത്തും ചെയ്യണം അല്ലാ. പടച്ചവനെ, ആ ഭർത്താവിന് നീ ജോലിയിൽ ഉന്നതി കൊടുക്കണം അല്ലാ. പല രോഗങ്ങളുമുള്ള ആളാ, രോഗങ്ങൾക്ക് ശമനം കൊടുക്കണം അല്ലാ. എന്റെ മക്കളെ ഏൽപ്പിച്ചു പോയതാ എന്റെ സമ്പത്ത്, എന്റെ സന്താനങ്ങളാ. അവരെ സൗഭാഗ്യത്തിന്റെ പറുദീസയിലേക്ക് നീ കൊണ്ടുപോകണം അല്ലോ. എന്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി അല്ലാ, ഖബർ വിശാലമാക്കണം അല്ലാ. ഇങ്ങനെ തുടങ്ങി ആത്മാർത്ഥതയോടെ അവർക്ക് വേണ്ടി ദ്വാരക്കലല്ലാതെ ഒരു മിസ്കോളിന്റെ പിന്നിൽ പോയാൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ദുരന്തമാണ് നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്നത്. 100 ഉദാഹരണങ്ങളല്ലേ ദിനം പ്രതിദിന പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദര, ആ ഭാഗം ഞാൻ കൂടുതലായി പറയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ ഒരു 3 വട്ടം ആലോചിക്ക്, നീ നല്ലതുപോലെ ആലോചിക്ക്. മൊബൈൽ ഫോൺ കൊടുക്കണോ നിന്റെ പൊന്നുമോള് പഠിക്കാൻ പോകുന്ന ഹൈസ്കൂളിൽ പോകുന്ന പൊന്നുമോൾക്ക്? എന്തിനാ ഉമ്മാമി മൊബൈൽ ഫോൺ കൊടുക്കുന്നത്? മുമ്പൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്ട്രുമെന്റ് ബോക്സും കാര്യങ്ങളൊക്കെ, ഇപ്പോഴോ 4 മൊബൈലും 8 സിം. വീട്ടിലറിയുന്ന മറ്റേതോ 3 സൈസിലേക്ക്. ഈ ഓരോ സൈസുള്ളവരും വിചാരിക്കും അങ്ങനെ കുമാരന്മാരുണ്ട്. അത് കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഈ 3 സൈസുള്ള കുമാരന്മാരും വിചാരിക്കും എന്തൊരു സ്നേഹമാണ്, വേറെ ഒരാളുടെ മുഖത്തോട് വേറെ ആരെ വിളിച്ചോ എടുക്കില്ല, എനിക്ക് മാത്രം മെസ്സേജ്, എനിക്ക് മാത്രം മെസ്സേജ്. സുബ്ഹാനല്ലാഹ് 16 ഉണ്ടാവും. നീ ആലോചിച്ചു നോക്കേ, നീ ഇളിച്ചു കാണിക്കുമ്പോ നിന്നിലേക്ക് തിരിച്ച് ഇളിച്ചു കാണിക്കുന്ന, ചിരിച്ചു കാണിക്കുന്ന ഒരു പെൺകൊടിയുടെ സ്വഭാവം നീ ബുദ്ധി പണയം വെക്കുന്നത് എന്തിനാ? നീ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നീ പഠിച്ചോ? അവൾ സ്ട്രൈറ്റ് റൂട്ടല്ലാന്ന് നീ മനസ്സിലാക്കിക്കോ. എന്റെ പൊന്നു സഹോദരി, നിന്റെ പിന്നിൽ പായുന്ന ഒരാളിനെ സംബന്ധിച്ച് നീയും പഠിച്ചോ. അവൻ വൃത്തികെട്ടവനല്ലേ? ഇവൻ പടച്ചവനെ പേടിയുള്ളവനാണെങ്കിൽ, ഇവൻ അള്ളാഹിനെ പേടിക്കുന്നവനാണെങ്കിൽ, ഇവരൊരു മുസ്ലിമാണെങ്കിൽ എന്റെ പിന്നിലിങ്ങനെ പായുവോ, എനിക്കിങ്ങനെ മിസ്കോൾ അടിക്കുവോ, എനിക്കിങ്ങനെ മെസ്സേജ് വിടുവോ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുവോ? ഞാൻ അന്യ പെണ്ണല്ലേ എന്ന് നീയും ചിന്തിക്കേ. ആ ബന്ധത്തിൽ എന്തെങ്കിലും ബറക്കത്തുണ്ടാവോ? ഇനി ഒരു പക്ഷേ 2 വീട്ടുകാരും ഒന്നിച്ച് ആ വിവാഹം നടത്തി കൊടുത്താൽ തന്നെയും പഠിച്ചു വെച്ചോ, ആ കുടുംബ ബന്ധങ്ങളിൽ സുഹൃത്തുക്കളുടെ കുസുമം നിങ്ങൾക്ക് കിട്ടൂല. എന്താ കാര്യം? ഹറാമില അതിന് ആധാരശിലയിട്ടത്.
നിഷിദ്ധ അന്തരീക്ഷത്തിലാ അത് നീ നട്ടുവളർത്തിയിട്ടുള്ളത്. നിന്റെ ആദ്യത്തെ പരിചയപ്പെടലും നിന്റെ ആദ്യത്തെ കാഴ്ചയും നിന്റെ ആദ്യത്തെ ചിന്തയും എല്ലാം അല്ലാഹു നിരോധിച്ച നിലയ്ക്ക. അതുകൊണ്ട് അതിൽ സന്തോഷമുണ്ടാവില്ല. അതിൽ ജനിക്കുന്ന സന്താനങ്ങൾ രണ്ട് ലോകത്തിലും ഗുണപ്പെടില്ല. ആ മക്കള് കാരണമായി കണ്ണുനീർ കടലായി മാറുമെങ്കിൽ സാന്ദർഭികമായി ഞാൻ പറയുകയാ, എന്റെ പൊന്നുമ്മ, എന്തിനാ പൊന്നുമോക്ക് നീ മൊബൈൽ കൊടുത്തു വിടുന്നത്? എന്തിനാ പൊന്നുമോക്ക് മൊബൈൽ കൊടുത്തു വിടുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പ, വിദ്യാഭ്യാസത്തിനൊരു കുറവും വേണ്ട കേട്ടോ. ഈ സമുദായം വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, ഈ സമുദായം ബുദ്ധിജീവികളാകട്ടെ, ഈ സമുദായത്തിൽ IPS ഉദ്യോഗസ്ഥർ വരട്ടെ, ഈ സമുദായത്തിന്റെ ഒരുപാട് ഉന്നത തലങ്ങളിൽ അതേ വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒന്നാമതായി എത്തട്ടെ. ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നിലനിർത്തട്ടെ. ഈ സമുദായം ഈ ലോകത്തിന് കൊടുത്ത സംഭാവനകൾ ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കാനുള്ള ആ ശേഷിയും സേമുഷിയും അതേ ആധികാരികമായി ഉണ്ടാകട്ടെ. അതിനൊരു കുറവും വേണ്ട. പക്ഷേ നീ നിന്റെ പൊന്നുമോലെ അതേ ബാംഗ്ലൂരിലും മൈസൂരിലും ഈറോഡിലും കർണാടകയിലും മറ്റു പല പ്രദേശങ്ങളിലും 5 വർഷത്തേക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിടുമ്പോൾ അവിടെ നീ ഇടയ്ക്കിടയ്ക്ക് പോകണം. അവിടെ നീ പരിശോധിക്കണം. അവരുടെ ടെസ്റ്റുകൾ നീ പരിശോധിക്കണം. അവരെ കൂട്ടുകാരികളെ സംബന്ധിച്ച് ചോദിച്ചറിയണം. അവരെ കൂട്ടുകാരന്മാരെ സംബന്ധിച്ച് ചോദിച്ചറിയണം. അവരുടെ ആത്മീയത ചോദിച്ചറിയണം. അവർ സുബഹിയായാൽ എഴുന്നേറ്റ് നിസ്കരിക്കുമോ? അവർ തഹജ്ജുദ് നിസ്കരിക്കുമോ? അവർ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ? ഏതെങ്കിലും തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നത്, ലക്ഷോപലക്ഷം കൊടുത്ത് മേടിക്കുന്നത് തീർത്താൽ തീരാത്ത വിനാശത്തിന്റെ പട്ടികയല്ലേ? പറഞ്ഞൊതുക്കാൻ പറ്റാത്ത വിനാശമല്ലേ? അതുകൊണ്ട് റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. നമ്മുടെ പെൺകൊടികളെ റബ്ബ് കാക്കുമാറാകട്ടെ. സാലിഹീങ്ങളുടെ മഹാന്മാരുടെ വിശിഷ്ടിയായി കാസർഗോഡ് ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, കർണാടകയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, കേരളത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ സമുദായത്തിന്റെ ഋതുരത്നങ്ങളാകുന്ന പെൺകൊടികളെ നീ റബ്ബേ കാക്കണേ അല്ലാ. കൗമാരക്കാരെ കാക്കണേ അല്ലാ. യുവതികളെ കാക്കണേ അല്ലാ. യൗവനം തുളുമ്പുന്നവരെ കാക്കണേ അല്ലാ. ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ. യുവാക്കളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിച്ച് മുന്നോട്ട് പോകണം. റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നരകത്തിനെ സംബന്ധിച്ചോർക്കാൻ എന്തെല്ലാം ആഭാസങ്ങൾ കാണിച്ചാലും പടച്ചവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലാത്തതുകൊണ്ടായി വിഷയം വരുന്നത്. അത് ആധികാരികമായിട്ട് ആദ്യം മനസ്സിലാക്കുക. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയില്ല, അതേണ്ട പ്രധാന വിഷയം. ഇവൻ എന്നെ കൊണ്ടേ അൽഹംദുലില്ലാഹ്. ഞാൻ ഉദ്ഘാടനം ചെയ്ത് കുറച്ചു നേരം ചൂട് ആറുന്നതിന് മുമ്പ് ഉസ്താദ് നിങ്ങൾ പറയുന്ന നിങ്ങൾ ഇഖ്ലാസോടെ നിങ്ങളുടെ പെൺമക്കൾ ഇങ്ങനൊരു ദുരന്തത്തിലും ഇനി കേൾക്കാൻ പാടില്ല. അതിനെ സംബന്ധിച്ച് പറഞ്ഞ മജ്‌ലിസ് അൽഹംദുലില്ലാഹ് എന്റെ കയ്യിൽ വിഷമിക്കണ്ട, ആർക്കൊരു പരാതിയില്ല. ബുദ്ധിമുട്ട് ആർക്കുമല്ലോ. 1000 ചൊല്ലിയിട്ടും ഇനി 500 ധൈര്യമായിട്ടോ 500 കുറഞ്ഞു പോയി ഒന്നും പറയില്ലല്ലോ. അപ്പൊ സന്തോഷമുള്ള നമുക്കറിയാം 1 കിലോ അരിക്കത്ര പുതിയ അരി പഴയ അരിയല്ല, അതിന് പുഴു 34 എന്നൊക്കെ പറയുന്നത്. എന്തായിരുന്നാലും 10-25 എന്തായാലും കൊടുക്കണം. മാന്യമായിട്ടുള്ള അരി പഠിച്ചിരുന്നു കണക്കാക്കി എടുക്കാത്ത നോട്ടെടുത്ത് അതിനകത്തിട്ട് നിങ്ങൾ കർത്തവ്യം നിർവഹിക്കും. ഇഖ്ലാസോടെ പടച്ചവനെ പെൺകുട്ടികളെ സംബന്ധിച്ച്, സഹോദരിമാരെ സംബന്ധിച്ച്, വിനാശങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആവേശത്തോടെ പറയുകയും കേൾക്കുകയും അൽഹംദുലില്ലാഹ് പടച്ചവൻ ഇതിന്റെ ബർക്കത്തോട് കാക്കണം എന്ന നിലയ്ക്ക് ഇഖ്ലാസോടെ ഇടുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരും ഒരു കുറവും അതിൽ വരുത്തരുത്. നിങ്ങളുടെ ഇഖ്ലാസ് എത്രയുണ്ടെന്ന് ഈ സാധനം വെച്ചാ പരീക്ഷിക്കുക. വെറുതെ അല്ല. വെറുതെയാണോ? അല്ല. ജീവകാരുണ്യ പ്രവർത്തനം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വിശാലമായിട്ട് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഈ മക്കളുടെ ഉള്ളിലുള്ള അഭിലാഷങ്ങളും ഈ പ്രിയപ്പെട്ട ഉപമാരുടെ അകതാരിൽ ആ കിടക്കുന്ന ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ സമുദായത്തിന്റെ ഒരുപാട് പരാതികളും പരാധീനതകളും ഒരുപാട് സാംസ്കാരിക ചൂഷണത്തിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാ. വെറുതെ ആർക്കും മുട്ടടിക്കാനോ ആരുടെയും ഈശയിലേക്കും മേശയിലേക്കും പോകാനുള്ളതല്ല. ഇതിനൊക്കെ കണക്കും കാര്യങ്ങളുണ്ട്. ഈ
മക്കൾ അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഈ ഒരു ഉദ്ദേശലക്ഷ്യം ആര് തുടക്കം കുറിച്ചോ, ഇതിനോട് ആര് സഹകരിച്ചോ, ഇതിനു വേണ്ട സഹായങ്ങൾ ആരൊക്കെ ചെയ്തോ, അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. റബ്ബേ, സഹകരിക്കുന്ന ഓരോ പൈസക്കും പടച്ചവനെ, ചെറുതും വലുതുമായ മുഴുവൻ പൈസക്കും റബ്ബേ നീ കൊടുക്കണയല്ല. ഒരു മാരക രോഗവും അവർക്ക് നീ കൊടുക്കല്ല റബ്ബേ. അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷയവും അവരെ നീ അറിയിക്കല്ല റബ്ബേ. എല്ലാ ദുരന്തത്തെ തൊട്ടും പടച്ചവനെ അവരെ നീ കാക്കണം അല്ലാ. സഹോദരങ്ങളെ, എന്താ വിഷയം? ഹൃദയത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലനാം ബൽഹും അമൽ. ബൽഹും അമൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം കാണും. മൃഗങ്ങളെക്കാൾ അത് പതിക്കുന്നതെ ഈ ചിന്തിക്കാത്ത ആളുകൾ, കേൾക്കേണ്ടതിനെ കേൾക്കാത്ത ആളുകൾ, കാണേണ്ടതിനെ കാണാത്ത ആളുകൾ മൃഗങ്ങളെക്കാളും അതപ്പതിക്കുമോ എന്നൊരു സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. ആലോചിച്ച് നോക്കിയ പെറ്റതള്ളെ തിരിഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ നടു റോഡിലേക്ക് വലിച്ചെറിയുന്ന, ആലോചിക്കണം. ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുള്ള സമയമില്ല. വാഹനത്തിന് കാറ്റഴിച്ചോടാന്ന് പറഞ്ഞാൽ ചെറുസൂർന്ന് പോയത്. അപ്പൊ അതിന്റെ അരമണിക്കൂർ വിട്ടു എന്തായാലും വലിയ ടയറാണ്, അത് കാറ്റടിച്ച് അതല്ലെങ്കിൽ സ്റ്റെപ്പിന് മാറി ഇടുമ്പോഴത്തേക്കും എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയേ. ഈ അടുത്തും ട്രെയിനിനകത്ത് ചോര കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ച് പോയിരുന്നുള്ള ഇതെന്തൊരു തള്ളലാണ്. ഈ പിള്ളയുടെ കാര്യം, പള്ളയിൽ വളർന്ന ഈ പിള്ളയുടെ കാര്യം ഈ തള്ള ശ്രദ്ധിച്ചോ? ഒരു കാരണവുമില്ല. ഞാൻ ചോദിക്കുക, ഒരു പട്ടി ഉണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ കല്ല് വലിച്ചെറിയുന്ന നായ, ചെയ്യുവോ? അങ്ങനെ ചെയ്യുവോ? അത് പ്രസവിച്ചു കഴിഞ്ഞാണ്ടല്ലോ പരിസരത്ത് എന്തെങ്കിലും അനക്കം കേട്ടാ ഉടനെ കുരയ്ക്കും. കടിക്കാത്ത പട്ടിയും നായയും കടിക്കുന്നൊരു സമയം എപ്പോഴാണ്? പ്രസവിച്ച് കിടക്കുമ്പോഴാണ്. കാരണം എന്താ? ഈ കുഞ്ഞിനൊന്നും പറ്റാൻ പാടില്ല. ഇതിനെ പരിരക്ഷിക്കണം, ഇതിന് പാല് കൊടുക്കണം, ഇതിനെ സംരക്ഷിക്കണം. ആ ഒരു സംസ്കാരം പോലും വിട്ടുപോയ മനുഷ്യ മാതാക്കളെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. ബൽഹുമ്മതല്ലേ, ആ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാവരെ, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാ. നേരെ തിരിച്ചു നോക്കിയേ. സ്വന്തം മാതാവിനെ അടിച്ചിറക്കി വൃദ്ധസദനത്തിലേക്ക് ഫീസ് കൊടുത്ത് കൊണ്ടാക്കുന്ന പ്രിയപ്പെട്ട മക്കൾ. നിങ്ങൾ നോക്കിയ കോഴിക്കുഞ്ഞുങ്ങൾ, ആ തള്ളയോട് ഓടിയെടുക്കുന്ന ആ ഒരു സ്നേഹം അശ്രണമായ ഇടപെടലുകൾ. ഓരോ മൃഗങ്ങളെയും പഠിച്ചു നോക്ക്. പശുക്കുട്ടിയെ പഠിച്ചു നോക്ക്, അവനെ പഠിച്ചു നോക്ക്. ഏതൊക്കെ മൃഗത്തെ നമ്മൾ പഠിച്ചു നോക്കിയാലും ആ തള്ളയോട് കാണിക്കുന്ന സ്നേഹസുന്ദരമായ വർണ്ണിക്കാൻ പറ്റാത്ത കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭം. വല്ലാത്തൊരു ആശ്ചര്യമാണ്. പഠിക്കണം മനുഷ്യൻ. അത് നോക്കിയിട്ട് ഈ മൃഗങ്ങളെ കണ്ടുപിടിക്കും. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് സ്വന്തം മാതാവിനെ ചവിട്ടിക്കൊല്ലുന്ന കാട്ടാളന്മാർ താമസിക്കുന്ന കേരളമായി സാംസ്കാരിക കേരളം അത് പതിച്ചു. പഠിക്കട്ടെ, പട്ടിയെ കണ്ട് പഠിക്കട്ടെ, പശുവിനെ കണ്ട് പഠിക്കട്ടെ. അതുകൊണ്ട് എന്താ വിഷയം? നരകത്തെ കുറിച്ചുള്ള ചോദ്യത്തിലെ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുക. മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ വലിയ ആരിഫ, ആബിദ, ആശിക, മുഹിബ്ബ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു പറയാത്ത ഒരൊറ്റാളും ഇവിടെയും അവിടെയും പരിസരത്തും എങ്ങും പറയാതിരിക്കാൻ പാടില്ല. റളിയല്ലാഹു അൻഹു പറയണം. മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു വലിയ ആരിഫ. ഈ മഹാനവറുകൾ ഒരിക്കലേ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞു. ശരീരത്തിന്റെ മാംസത്തിലേക്ക്, എല്ലിലേക്ക് വന്ന് കൊണ്ടുകൊണ്ട് അതാ രക്തം വാർന്നൊലിക്കുകയാണ്. പാവപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു സഹിക്കവയ്യാതെ കുട്ടികളെ ഒന്ന് വരട്ടാൻ വേണ്ടി ഒരു കല്ലിങ്ങെടുത്തു. ആ വരട്ടാൻ വേണ്ടി കല്ലിങ്ങനെ എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ഏറുകൊണ്ടു. അല്ലാഹുവിന്റെ മഹാന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ആരിഫ്യങ്ങൾ, അല്ലാഹുവിന്റെ മഹത്വത്തിൽ ഉന്നതങ്ങളിലെത്തിയ മഹാന്മാർ അവർ ത്യാഗം ചെയ്തിട്ടാ സുഖിച്ചിരുന്നിട്ട് സ്വർഗ്ഗത്തിൽ കിടക്കാൻ അങ്ങോട്ട് ചെല്ലണ്ട. ആ പേര് പറയാത്ത ഒരു സ്ത്രീ ആ ശിബിലി റളിയല്ലാഹു അൻഹു കല്ലെടുത്തപ്പോൾ അടുത്തു നിന്നൊരു മരം പറയുകയാ, യാ ശിബിലി കുൻ മിസ്ലി,
ഓ സിബിലി, നീ എന്നെ പോലെ ആയിക്കോ. ഞാൻ ഏതാ പഴം കൊടുക്കുകയാ, എന്നെ എറിയുന്നവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയോ സിബിലി? നല്ല മധുരമുള്ള പഴമാ സിബിലി. നീ എന്തിനാ കല്ലെടുത്തത് സിബിലി? നീ എന്തിനാ കല്ലെടുത്തത് സിബിലി? അത്രത്തോളം വലിയ ഉന്നതനായ മഹാനായ സിബിലി റളിയല്ലാഹു അൻഹു ഈ അണ്ടകടാകത്തിന്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കാനും അതേ ആ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥയിലേക്ക് അലിയാനും അതേ ഏകാന്തമായ ജീവിതത്തിന് പടച്ചവനെ ഇബാദത്ത് ചെയ്യാനൊരു ശക്തിയുടെ ഒരു അല്പ തടസ്സം പോലും ഇല്ലാതെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി അതാ ഒരു സ്ഥലം അതാ തയ്യാറാക്കുകയാണ്. വിജനമായ പല സ്ഥലങ്ങളും നോക്കുകയാണ്. അവസാനം നോക്കുമ്പോ ഒരു കാട്. ആ കാട്ടിലൂടെ നടന്നുപോയി നോക്കുമ്പോ പഴയ ഒരു പള്ളി. കാലം കുറയായി പഴയ ഒരു പള്ളി. പള്ളിയുടെ ഫ്രണ്ട് നോക്കുമ്പോഴോ വളരെ പഴയ ഖബറുകൾ നാല് ഭാഗത്ത്. അതല്ല ആശ്ചര്യം. പക്ഷേ ആ പള്ളിയുടെ മുൻഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രണ്ട് കബറുകൾക്കിടയിൽ ഒരാൾ കിടന്ന് നട്ടം തിരിയുകയാ. എന്റെ പാപം പൊറുക്കണേ അല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ. യാ റഹീമു യാ അല്ലാ, യാ ഗഫാറു യാ അല്ലാ, യാ സത്താറു യാ അല്ലാ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പാപം പൊറുക്കണേ, പാപം പൊറുക്കണേ എന്ന് പറയുകയാ. മണ്ണുവാരി തലയിലിടുകയാ, പൊട്ടിക്കരയുകയാ. അർത്ഥനാദങ്ങൾ, ദീനരോധനങ്ങൾ, നിലവിളികൾ കേട്ടുകൊണ്ട് അത്ഭുതത്തോടെ മഹാനായ സിബിലി റളിയല്ലാഹു അൻഹു, ആ സിബിലി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ആലോചിക്കണേ. ആ സിബിലി റളിയല്ലാഹു അൻഹു വിചാരിക്കുക, പടച്ചവനെ ഇതാരാണ്? ഇത് വലിയ മഹാനായിരിക്കും. കാരണം ഇത്രയും അല്ലാഹുവിൽ പശ്ചാത്തപിച്ച് മണ്ണുവാരി തലയിലിട്ട് ഇത്രയും വലിയ അല്ലാഹുവിനെ പേടിച്ച് പൊട്ടിക്കറിയുന്നവരുടെ ഹൃദയം എന്തായിരുന്നാലും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയ ഹൃദയമാ. അതുകൊണ്ട് സിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. മൂന്നാമത് പറഞ്ഞു സുബ്ഹാനല്ലാഹി. മൂന്നാമത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഓടുകയാ. പുറകെ ഓടിച്ചെന്നിട്ട് ഒരു കുന്നിന്റെ പുറത്ത് കയറി ചോദിക്കാം, എന്തിനാ നിങ്ങൾ എന്നെ അല്ലാഹുവിന്റെ വലിയെന്ന് വിളിച്ചത്? എന്തിനാ, എന്തോ കണ്ടിട്ടാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാ. അപ്പൊ ഉടനെ സിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഇത്രയും അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് മണ്ണ് വാരിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തോ പവിത്രതയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയില്ല. നിങ്ങൾ വലിയ മഹാനായ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കേണ്ട താമസം ആ നിൽക്കുന്ന മനുഷ്യൻ രണ്ട് കൈ കൊണ്ട് നെഞ്ചത്തടിച്ച് ആ എന്നുള്ള ഉച്ചാരണത്തോടെ അതാ താഴെ മരിച്ചെന്ന് വീഴുകയാ. മരിച്ചു വീണപ്പോൾ പിന്നെയും അത്ഭുതമായി, പടച്ചവനെ ഇതെന്താശ്ചര്യമാ റബ്ബേ, എന്ത് പരീക്ഷണമാ, ആരെന്നറിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു വെള്ളത്തുണിയതാ ആ മയ്യത്തിന്റെ മുകളിലിട്ടുകൊണ്ട് ആ മയ്യത്തടക്കാൻ വേണ്ടി കൂട്ടിനൊരാളിനെ വിളിക്കാൻ പോവുകയാ. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, എന്റെ ഭാഷണം ഇവിടെ ചുരുക്കുകയാ. കൂട്ടിനൊരാളിനെ വിളിക്കാൻ വേണ്ടി പോവുകയാ. ആളിനെ വിളിച്ചു കൊണ്ടുവന്ന് വന്നപ്പോൾ ആ കിടക്കുന്ന മയ്യത്ത് കാണാൻ കഴിയുന്നില്ല. ആ മയ്യത്ത് എവിടെയെന്നറിയുന്നില്ല. വളരെ അത്ഭുതമായി ഉടൻ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചു റബ്ബിനോട് ദുആരക്കുന്നു, പടച്ചവനെ ആരാണ് മനുഷ്യർ, ആ രഹസ്യമൊന്ന് അറിയിച്ചു തരുമോ? ഉടൻ തന്നെ അതാ ആകാശമണ്ഡലത്തിൽ നിന്നും അശരീരി മുഴങ്ങുകയാ. ആകാശമണ്ഡലത്തിൽ നിന്നും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും മഹാനായ സിബിലി റളിയല്ലാഹു അൻഹുവിന് അറിയിപ്പ് കൊടുക്കുകയാ. നീ അതൊന്നും അറിയാൻ ശ്രമിക്കണ്ട, അതെന്റെ വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനാ. പക്ഷെ ഒരു ചരിത്രമുണ്ട്, മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരറിയിപ്പ് കൊടുക്കുന്നു. എന്താണെന്നറിയുമോ? 16 വയസ്സ് വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളൊന്ന് ഓർത്തു വെക്കുമോ ഈ സംഭവം? ഓർത്തു വെക്കുമോ ഈ ചരിത്രം? 16 വയസ്സ് വരെ പാപം മാത്രം ചെയ്ത് കാണുന്നത് പാപം, കേൾക്കുന്നത് പാപമല്ലാതൊന്നും പരിചയമില്ലാത്ത 16ാമത്തെ വയസ്സിലെത്തിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരംശം സ്വപ്നത്തിൽ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരംശം സ്വപ്നത്തിൽ കാണിച്ചു. നരകത്തിന്റെ ശിക്ഷയുടെ അംശം കാണിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു പോയ 16 വയസ്സുള്ള കുട്ടി ഓടുകയാ, കരഞ്ഞുകൊണ്ട് ഓടുകയാ, ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് വിലപിക്കുകയാ. 2 ഖബറിന്റെ ഇടയിൽ ഓടി വന്നുകൊണ്ട് കിടക്കുകയാ.
16 വർഷം അവിടെ കഴിച്ചു കൂട്ടുകയാ. 16 വർഷം കഴിയുമ്പോഴാ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അപ്പോൾ പറയുന്നു, ഇങ്ങനെ കിടക്കുന്ന സമയം ഇദ്ദേഹത്തിന് വലിയ റാഹത്ത് കിട്ടാനുള്ള കാര്യം എന്താണെന്നറിയുമോ? ഇത്രയും കബൂലാക്കാൻ ഇദ്ദേഹത്തിന്റെ പശ്ചാത്താപം അള്ളാഹു ഏറ്റെടുക്കാനുള്ള കാര്യം എന്താണെന്നറിയുമോ? അതിനുള്ള കാരണം ഒരു പാവപ്പെട്ട മാതാവ് വന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞു. കൊടുക്കാനൊന്നുമില്ല. ആ മഗ്ഫിറത്ത് ചോദിക്കുന്നതിന്റെ ഇടയിലും ഒരു പഴയ തുണിയെടുത്ത് ആ മാതാവിലേക്ക് സദക്ക കൊടുത്തുകൊണ്ട് പറയുകയാ, ഇതല്ലാതൊന്നുമില്ല, ഇത് വിറ്റ് കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കോ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും കരച്ചിൽ തുടങ്ങുമ്പോൾ ഈ ഒരു പ്രവൃത്തി അള്ളാഹു സ്വീകരിച്ചു, ഈ ഒരു അമൽ അള്ളാഹു സ്വീകരിച്ചു. നമുക്ക് ചെറുതെന്ന് തോന്നുന്ന പ്രവൃത്തികള്, നമുക്ക് നിസാരമെന്ന് തോന്നുന്ന പ്രവൃത്തികള്, അത് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാ. നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ചെറിയ പാപങ്ങള് അതുപോലെ നമ്മെ നരകത്തിലേക്കും കൊണ്ടുപോകുന്നതാ. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കിക്കോ, അത്രയും ഉന്നതനായി മനുഷ്യരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശരീരി അറിയിപ്പ് കൊടുത്തപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു തന്നെ വളരെ അത്ഭുതപ്പെട്ടു പോയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാക്കുമാറാകട്ടെ, നരകാഗ്നിയെ തൊട്ട് കാക്കുമാറാകട്ടെ. എല്ലാവരും ഒരല്പസമയം എഴുന്നേറ്റ് ഈ മുന്നിലോട്ടൊന്ന് വരുമോ? എന്റെ ഈ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാവരും 17 ആളുകൾ ഏകദേശം ഇൻഷാ അല്ലാഹ് സ്റ്റേജിലേക്ക് കയറണമെന്ന് ഞാൻ വിനീതമായി പറയുകയാ. പരിസരത്തുള്ള മുഴുവൻ ആളുകള് അള്ളാഹുവിനെ പേടിക്കുന്നെങ്കിൽ, പടച്ചവന്റെ ആ പാപമോചനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇഖ്ലാസോടെ ദുആയിൽ ആമീൻ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ഞാൻ വിളിക്കുകയാ. ഇൽമിന്റെ മജ്‌ലിസാ മറ്റൊന്നും പറഞ്ഞ് സമയം കളഞ്ഞിട്ടില്ല. ഈ സമകാലിക അന്തരീക്ഷത്തിൽ ചീഞ്ഞാറുന്ന സംസ്കാരങ്ങൾക്കെതിരെ ശക്തമായി സമരമാണ് ജീവിതം എന്ന് ഉറച്ചു വിളിക്കാൻ നമ്മുടെ ജീവിതം സമരമുറകൾ. അതേ സത്യനിഷേധത്തിനെതിരെ, അധാർമികതക്കെതിരെ, ചൂതാട്ടത്തിനെതിരെ, കള്ളുകുടിക്കെതിരെ, തിന്മകൾക്കെതിരെ ധാർമ്മിക ബോധം മുന്നോട്ട് വിളിച്ചുകൊണ്ട് സമരമാണ് ജീവിതമെന്നുറക്കെ വിളിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര, സാന്ദർഭികമായെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നിയമസംഹിതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം ഈ നാട്ടിലില്ലേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ദരോഗത്തിനുള്ള ചികിത്സ പോലെ മന്ദരോഗം വരുന്നതിന് മുമ്പായി ഗുളികകൾ നമ്മുടെ വീടുകളിൽ, വീടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ. ഗവൺമെന്റ് അതിനുള്ള ചെലവുകൾ നടത്തുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുപോലെ ഞാൻ പറയുകയാ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു ആഖിബത്ത് മോശപ്പെടുന്ന ഒരു മനുഷ്യന്റെ അഭിലാഷം അന്തിമമായ വിജയമാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കല, സന്തോഷത്തോടെ മരിക്കല, റഹ്മത്തിന്റെ മലക്കുകളെ കാണല, അസ്രായിലിന്റെ രൂപം നല്ല സന്തോഷമുള്ള രൂപത്തിൽ കാണല, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സാന്നിധ്യം ഉണ്ടാകല. ആ ഒരു ആഗ്രഹം, ആ ഒരു അഭിലാഷമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആഖിബത്ത് മോശപ്പെട്ടു പോകുന്നതിന്റെ, മുക്കറയിട്ട് ചത്തൊടുങ്ങുന്നതിന്റെ, നരകത്തിലേക്ക് കടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പ്രവാചക പുങ്കവരെ പഠിപ്പിച്ചതിന്റെ പരമാർത്ഥങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമായി പറഞ്ഞത് എന്താണെന്നറിയുമോ? ബിദ്അത്താ, പുത്തം പ്രസ്ഥാനവാ. ഏത് പേരിൽ അറിയപ്പോൾ, ഏത് പേരിൽ പറയട്ടെ, ഏത് വേഷത്തിൽ നടക്കട്ടെ, ഏത് ആശയം പറയട്ടെ, ഏത് ഖുർആൻ പിടിക്കട്ടെ, എന്ത് ഹദീസ് പറയട്ടെ, മുൻഗാമികൾ പഠിപ്പിച്ച ആദർശം, മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയ ആദർശം, ഉള്ളാളത്തുപ്പ പഠിപ്പിച്ചിട്ടുള്ള ആദർശം, മദനി തങ്ങൾ കാണിച്ചു എന്ന ആദർശം, വെളിയങ്കോട് ഉമർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയ ആദർശം, മമ്പുറന്നങ്ങൾ ഖുതുബുസ്സമാൻ മമ്പുറന്നങ്ങൾ പഠിപ്പിച്ച ആദർശം, മഹാനായ ഖുതുബുൽ ആലം അബൂബക്കർ സിയം വലിയല്ലാഹു മടവൂരി ഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ മഹാനവകൾ പഠിപ്പിച്ച ആദർശം, ആ മഹാന്മാർ വരച്ചു കാട്ടിയ ആദർശം, ലോകത്തിലുള്ള വിശ്വാസികൾ 17 തവണ അതേ ആവർത്തിച്ച് പറയുന്ന ആദർശം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ റുജുവായ പാത, ആ പാതയിൽ നിന്നും വിട്ടുമാറിയ ഒരു പുതുപുത്തൻ ആശയം പരിചയപ്പെടാൻ ആരെങ്കിലും പണത്തിന്റെ പളപളപ്പിലോ പ്രലോഭനങ്ങളുടെ പിന്നിലോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈമാനിനെ വെച്ചാ കളിക്കുന്നത്, വിശ്വാസത്തെ വെച്ചാ കളിക്കുന്നത്, സ്വർഗത്തിന് നിങ്ങൾ വിറ്റാ നിങ്ങൾ ഇത് വാങ്ങുന്നത്. അതുകൊണ്ട് റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാ, അർഹമുർ-റഹീമായ റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. പലരും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അരിസ്റ്റ് കൊണ്ട് വായിച്ച ദുആയിലേക്ക് കിടക്കുകയാണ്.
രണ്ടുപേരും ചെല്ലണം. Allah 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 Ya Sayyidi irham lana Ya Sayyidi irham lana يا سيدي ارحم لنا يا سيدي ارحم لنا الله 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 إن دينا ريح الصبا